അങ്ങനെ അവസാനം നത്തിങ് ഫോൺ 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കുറേയധികം ഫീച്ചേഴ്സും കുറേയധികം അപ്ഡേറ്റ്സും കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നത്തിങ്ങിൻ്റെ ഏറ്റവും പുതിയ OSും കാര്യങ്ങളും നത്തിങ് OS 2.0 എന്ന് പറയുന്നത്, അതുപോലെ ഗ്ലിഫ് ഇൻ്റർഫേസിലേക്ക് കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു നത്തിങ് ഫോണിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. നത്തിങ് ഫോൺ 2ൻ്റെ ആ ഒരു OSും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു OS തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യാതൊരു പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള യാതൊരു ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഈ ഒരു OSൽ വരുന്നില്ല. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കുറേയധികം ഉപയോഗമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊരു കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു OSൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നത്തിങ് ഫോൺ 2ൽ ലോക്ക് സ്ക്രീനിൽ പുതിയ വിഡ്ജറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഹോം സ്ക്രീനിലും നിങ്ങൾക്ക് വളരെയധികം ആക്സസബിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് വിഡ്ജറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഫോൾഡേഴ്സും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൾഡറിനെ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട് പല രീതിയിൽ. അതായത് നിങ്ങൾക്ക് ഇമോജീസും കാര്യങ്ങളും യൂസ് ചെയ്ത് ആ ഒരു ഫോൾഡറിനെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു OSൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്കൺസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ പാക്ക് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു നത്തിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു നത്തിങ് OSൻ്റെ തീം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തീം യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നത്തിങ് OSൻ്റെ ആ ഒരു തീം യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ആ ഒരു OSൻ്റെ തീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്വിച്ച് ചെയ്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ആ ഒരു തീം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. യൂസറിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തന്നിരിക്കുകയാണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരു മോഡലിൽ പറഞ്ഞിരിക്കുന്നത്. നത്തിങ് ഫോൺ 1ൽ ഉണ്ടായിരുന്ന ഗ്ലിഫ് ഇൻ്റർഫേസ് അധികം ഒരു ഗിമിക്കി ആയിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നത്തിങ് ഫോൺ 2ലേക്ക് കുറേയധികം ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഒരു പ്രോഗ്രസ് LEDs ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചാർജിങ് സ്റ്റാറ്റസ് ബാർ ഉണ്ടല്ലോ താഴെ നമ്മുടെ ഗ്ലിഫ് ഇൻ്റർഫേസിലുണ്ടായിരുന്നത്, അതിപ്പോഴും അതിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിലേക്ക് ഒരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അത് നമ്മളുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ആ ഒരു ചാർജിങ് ബാറിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ മീഡിയാസും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലിഫ് ഇൻ്റർഫേസ് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ തരുന്നതായിരിക്കും. നിങ്ങൾ എത്രമാത്രം ആ ഒരു വോളിയം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ബാർ മാതിരി നിങ്ങൾക്ക് ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുമായിട്ടുള്ള ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസ്, അതുപോലെ ക്യാബ് ബുക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കറൻറ്റ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഊബറിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു ഡ്രൈവർ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്താറാവുന്നതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് ബാർ അല്ലെങ്കിൽ പ്രോഗ്രസ് ബാർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ആപ്ലിക്കേഷൻ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസുമായിട്ട് വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലിഫ് ടൈമർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക, ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫോൺ ഫ്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇപ്പം ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 ടൈപ്പ് അല്ലെങ്കിൽ 3 ലെവലിലുള്ള ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഗ്ലിഫ് ഇൻ്റർഫേസിൻ്റെ ആ ഒരു സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗ്ലിഫ് റിംഗ് ടൂൺ എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു റിംഗ് ടൂണും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ് മോഡലിനെ പോലെ തന്നെ ആ ഒരു ബോക്സി ഡിസൈനാണ് വരുന്നത്. പക്ഷേ എഡ്ജ് ഒക്കെ കെർവ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ബാക്കിലെ ഗ്ലാസ് ഇങ്ങനെ കെർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഫിനിഷിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ IP54 റേറ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോൺ 1 വെച്ച് നോക്കുന്ന സമയത്ത് ഫോൺ 2 അത്യാവശ്യം വലുതും അല്ലെങ്കിൽ സൈസ് കൂടിയതും പിന്നെ കുറച്ച് വെയിറ്റ് കൂടെ കൂടിയതുള്ളതാണ്. ഏകദേശം 21 ഗ്രാം കാര്യങ്ങളും ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ 8.9 mm തിക്നെസ്സും കാര്യങ്ങളാണ് വരുന്നത്. വളരെ തിന്നറായിട്ടുള്ള രീതിയിലുള്ള ഡിസ്പ്ലേ ബെസൽസ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും വരുന്നുണ്ട്. ഡിസൈനിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടി പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു മോഡലും ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ഈ ഒരു മോഡലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്ഗ്രേഡ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രീവിയസ് വെർഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ 10-bit OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 1600 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. HDR10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു മോഡലിലേക്ക് LTPO ടെക്നോളജി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ഇതിൽ കൊണ്ടുവന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. 8GB റാമും 12GB റാമും നമുക്ക് റാം വേരിയൻസ് അവൈലബിൾ ആണ്. LPDDR5Xന്റെ റാമാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. 128GB 256GB സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് മോഡൽ സ്റ്റോറേജ് വേരിയന്റ് 128GB ആണ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതെനിക്കൊരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് നിർത്തുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് 50mm അതും സോണി IMX890 എന്ന് പറയുന്ന ആ ഒരു സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ OnePlus 11R-ലും OnePlus Note 3-ലും ഇതേ ഒരു സെയിം സെൻസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള സെൻസർ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്കിനകത്ത് 4K and 60 FPS ഒരു മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. OS-ഉം അതുപോലെ EIS-ഉം സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു ലെൻസും കാര്യങ്ങളാണ് ഇതിൽ
കൊണ്ടുവന്നിരിക്കുന്നത്. 4700 mAh ബാറ്ററിയും അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിന്റെ ബേസ് മോഡൽ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 45,000 രൂപ ബഡ്ജറ്റ് അടുത്ത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓൺലൈൻ വഴി വാങ്ങുന്ന സമയത്ത് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ഇത് ഓക്കെ ആയിട്ടാണോ തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഓക്കെ ആയിട്ടാണ്, ഈ ഒരു പ്രൈസ് റേഞ്ച് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മോഡലിൽ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളും വരുന്നുണ്ട്, കുറേ അധികം കസ്റ്റമൈസേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗിമിക്കിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതല്ല, അതിലും കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് വെർഷനേക്കാളും ബെറ്റർ ആയ ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിത് പവർഫുൾ ആയ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എനിക്ക് ഓക്കെ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.